2000 രൂപയ്ക്കുള്ളിലുള്ളൊരു ബജറ്റ് IEM എൻ്റെ കയ്യിലിരിപ്പുണ്ട്. CAA സൈറ കോൺസെപ്റ്റ് കാർട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാം 1949 രൂപയ്ക്ക്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു CAA സൈറയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് 2000 രൂപയ്ക്കുള്ളിൽ വാങ്ങിച്ച വർത്ത് ബൈയിങ് ആണോ. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു IEM എന്ന് പറഞ്ഞൊരു കാറ്റഗറി തന്നെ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ ഒരു IEM ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം തന്നെ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും ഷെയർ ചെയ്യുന്നതാണ്. സോ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് അൺബോക്സിനും ടെക് അപ്ഡേറ്റ്സിനും ഓഫർ അപ്ഡേറ്റ്സിനും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ CAA സൈറ. എന്തായാലും ആദ്യം തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ നോക്കാവേ. ഹൈബ്രിഡ് 10mm ഡൈനാമിക് ഡ്രൈവർ പ്ലസ് 1BA ഡ്യുവൽ ഡ്രൈവർ സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഫാസ്റ്റ് ആൻഡ് ക്ലീൻ ബേസിന് വേണ്ടി പോളിമർ ലാമിനേറ്റഡ് മെറ്റൽ ഡയഫ്രാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഗെയിമിങ്ങിനും ഹൈഫൈ മ്യൂസിക്കിനൊക്കെ വേണ്ടി ഡ്യുവൽ സീൻ അക്കോസ്റ്റിക് ട്യൂണിംഗ് കൊണ്ട് ഈ സ്പോർട്സ് ഗ്രേഡ് വയർ ട്രാൻസ്മിഷനാണ്. യൂണിബോഡി ലിക്വിഡ് മെറ്റൽ ആൻഡ് റസിൻ ഷെല്ലാണ് ആ ഒരു പ്രീമിയം ഡ്യൂറബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ കേബിളിലേക്ക് വരുവാണെങ്കിൽ ഹൈ പ്യൂരിറ്റി OFC ഡിറ്റാച്ചബിൾ കേബിൾ വിത്ത് യൂണിവേഴ്സൽ 0.75mm 2-pin കണക്ടറൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓവറോൾ ഉറപ്പായിട്ടും സ്പെക് വൈസ് നമുക്ക് കൂടുതലൊന്നും ഇതിൽ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. എന്തായാലും ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു കേബിളൊക്കെ ആണെങ്കിൽ എടുത്ത് പറയേണ്ടതേ, നമ്മൾ എത്രയായിട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ആക്കിയാൽ പോലും ഇതങ്ങോട്ട് ചുറ്റിപ്പണഞ്ഞ് എന്താ പറയുക ഇല്ലാണ്ടാവത്തില്ല കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയാണ് ഇവിടെ ഈ ഒരു കേബിളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഒരു IEM ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. കൂടാതെ ഇതിൽ ഇൻബിൽറ്റ് മൈക്കും അതുപോലെ തന്നെ ഒരു ബട്ടണും കാണാം. ആ ഒരു ബട്ടണിൽ ജസ്റ്റ് 1 ടാപ്പ് ചെയ്താൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ട്രിപ്പിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോവേ. അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് 3.5mm ഗോൾഡ് പ്ലേറ്റഡ് ജാക്കോട് കൂട്ടിയിട്ടുള്ള IEM ആണ്. ഇതല്ലാണ്ട് ടൈപ്പ് സിയിലും അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണുകളിലും നമുക്ക് 3.5mm ജാക്കുകൾ കാണാനില്ല. അതുകൊണ്ട് തന്നെ ടൈപ്പ് സിയിലേക്ക് നമ്മളെല്ലാവരും തന്നെ തിരിയാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആ ഒരു മ്യൂസിക്കിന്റെ പക്കാ ക്വാളിറ്റി അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ കേൾക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു 3.5mm ജാക്കുള്ളത് തന്നെ മേടിക്കണമെന്നാണ്. എന്തായാലും എൻ്റെ PC-യിലും Mac-ലും ഒക്കെ തന്നെ 3.5mm ജാക്കുള്ളതുകൊണ്ട് തന്നെ രണ്ടിലും ഞാൻ കണക്ട് ചെയ്തിട്ട് പാട്ട് കേട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ ആപ്പിൾ മ്യൂസിക്കിലും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ചെറിയൊരു കണക്ടർ മേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇത് കണക്ട് ചെയ്തത്. വലിയ വ്യത്യാസമൊന്നും എനിക്ക് എന്തായാലും തോന്നിയില്ല ആ ഒരു ക്വാളിറ്റിയിൽ. ആപ്പിൾ മ്യൂസിക്കിൽ ലോസ്ലെസ് ഇട്ടിട്ടാണ് ഞാൻ കേട്ടത്. പക്ഷേ എല്ലാവരും പറയണത് ആ ഒരു ഹൈ സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കേൾക്കുമ്പോഴായിരിക്കും ആ ഒരു പക്ക ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ അതായത് ഞാൻ ഉപയോഗിച്ച മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു CAA സൈറയെ കുറിച്ചിട്ടാണ് ഞാൻ പറയണത്. ഇതിലൊരു 75% ആ ഒരു സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബേസ് ഉണ്ട്, പക്ഷേ നിങ്ങൾ കൂടുതൽ ബേസ് ഇതിൽ പ്രതീക്ഷിക്കരുതെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഇടുമ്പോഴത്തേക്ക് കുറച്ചൊരു ബേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ള പാട്ടുകളിലും ബേസ് ഉണ്ട്, പക്ഷേ ഇതൊരിക്കലും ബേസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു IEM അല്ല കേട്ടോ. വോക്കലിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ, ഇനി അതല്ല ആ ഒരു വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് എന്തായാലും കേൾക്കാനായിട്ട്. IEM ഞാൻ ആദ്യം ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഒരു മറ്റൊരു ഫീലാണ് ആക്ച്വലി ഇതിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ഇനി അടുത്ത IEM ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിടത്തോളം നല്ല രസമുണ്ട് ഇതിൽ പാട്ട് കേൾക്കാനായിട്ട്. ഇൻസ്ട്രുമെൻ്റൽ സെപ്പറേഷനൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ കേട്ട് മറന്ന പാട്ടുകൾ പലതും ഇതിൽ കേൾക്കുമ്പോഴത്തേക്ക് ഒരു പുതുമയോട് കൂടിയിട്ട് കേൾക്കാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. അത് ഈ IEM ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ അവെയർ കൊടുക്കുന്നതാണോ എന്നറിയത്തില്ല. പക്ഷേ എനിക്ക് എന്തായാലും ആ ഒരു പഴയ പാട്ടുകളൊക്കെ തന്നെ ഞാൻ കേട്ട് മറന്ന പാട്ടുകൾ പലതും ഇതിൽ കേട്ടപ്പോഴത്തേക്ക് ഒരു പുതുമ ഫീൽ ചെയ്തെന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ആദ്യം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇത് വൺസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമല്ല. ചുമ്മാ നമ്മൾ മറ്റുള്ള ഇയർബഡുകൾ വെക്കുന്ന അല്ലെങ്കിൽ ഇയർഫോണുകൾ വെക്കുന്ന പോലെ തന്നെ ചെവിയിലോട്ട് അങ്ങോട്ട് വെക്കാന്നുള്ളതാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമ്മുടെ ചെവിയിൽ ഇതിരിക്കും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴും വേണമെങ്കിൽ കൊണ്ടുപോകാൻ കേട്ടോ. കാരണം നല്ല പക്കാ കംഫർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സാധനം നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ജോഗിങ്ങിനും ഓടാനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ചെവിയിൽ നിന്ന് ഊരി പോകത്തില്ലേ. അത്രയും നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല എന്താ പറയുക നല്ല ഫിറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ ചെവിയിൽ ഇതിരിക്കുന്നത്. പാസീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ നല്ല രീതിക്ക് ഇത് എന്താ പറയുക ചെവിയിൽ വെക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇയർ ടിപ്പുകൾ എക്സ്ട്രാ ഉണ്ട്. സോ നിങ്ങളുടെ ഇതിലിപ്പോൾ വരുന്നത് മീഡിയം ആണ്, എന്നാൽ ഇത് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നെങ്കിൽ മറ്റുള്ളതൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക.
എന്തായാലും നമ്മുടെ ചെവിയിൽ നല്ല പക്ക കംഫർട്ടബിൾ ആയിട്ട് ഫിറ്റ് ആയിരിക്കും എന്നുള്ളൊരു വേറൊരു സംശയമില്ല. ഗെയിമിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പ്രോ പ്ലേയേഴ്സിന് ഇതുപോലുള്ള വയേർഡ് ഇയർഫോൺസ് ആയിരിക്കും ഏറ്റവും നല്ലത് TWSനേക്കാളും. സോ നിങ്ങളിപ്പോൾ ഇയർഫോൺസ് മേടിക്കുന്ന നോർമൽ വയേർഡ് ഇയർഫോൺ മേടിക്കുന്നതിനേക്കാളും ഇതുപോലത്തെ ഒരു IEM ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എന്തായാലും ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് കേട്ടോ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ CAA സൈറേനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 2000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് ആര് മേടിക്കണം? ഞാൻ പറയുന്നത് വോക്കൽ ഡോമിനേറ്റ് ആയിട്ടുള്ള പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇനി അതല്ല ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഇനി അതല്ല ക്ലാസിക് ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഉറപ്പായിട്ടും ഇത് മേടിച്ചാൽ എന്താ പറയുക നഷ്ടമായിട്ട് തോന്നത്തില്ല. എന്നാൽ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് നഷ്ടമായിട്ട് തന്നെ തോന്നും. IEMs മറ്റുള്ള IEMsകളിലൊക്കെ തന്നെ ബേസ് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ IEM എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലെന്തായാലും ബേസ് ഭയങ്കര രീതിക്കില്ലായിരുന്നു, പക്ഷേ സ്റ്റീരിയോ ഔട്ട്പുട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് നിൽക്കുന്നത്. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ IEMs ഒക്കെ നമുക്ക് ആപ്പ് വഴി EQ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബേസ് എന്താവും എന്നുള്ളത് എനിക്കറിയത്തില്ല, ഞാനത് പരീക്ഷിച്ച് നോക്കിയില്ല. എന്തായാലും ഇത് മേടിക്കുന്നവർ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി ഒരു IEM ഉണ്ട് ഇതുപോലെ ബേസ് ഒക്കെ നിങ്ങൾ നല്ല രീതിക്ക് ഡോമിനേറ്റഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടണേ. എന്നെ പോലുള്ളവർക്ക് ഉറപ്പായിട്ടും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ വീണ്ടും പറയാനുള്ളത്, ആ ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്റ്റീരിയോ ഔട്ട്പുട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഉറപ്പായിട്ടും ഇത് വർത്താണ്. കൂടാതെ വെയറിംഗ് കംഫർട്ട് നല്ലതായിരുന്നു, ബിൽഡ് ക്വാളിറ്റി നല്ലതായിരുന്നു, മൈക്ക് ക്വാളിറ്റി ഓക്കെയാണ്, അതേപോലെ തന്നെ ഗെയിമിങ്ങിനും പക്ക ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. സോ 2000 രൂപയ്ക്കുള്ളിൽ ഒരു ബജറ്റ് IEM CAA സൈറ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ CAA സൈറേനെ കുറിച്ചിട്ടൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.